അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മണ്ണ് കൂടുതൽ ഉപയോഗിക്കാത്തൊരു കൃഷിയാണ്, ഹൈഡ്രോപോണിക് കൃഷി രീതിയാണ്. അത് നമ്മുടേതായ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തു നോക്കുന്നത്. നമ്മുടെ ചെറിയ മീൻകുളത്തിൽ അതൊന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ്, വിജയമാണോ പരാജയമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നമ്മൾ ഇതൊന്ന് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം നമ്മുടെ കുളത്തിലെ പരന്ന് പിടിച്ച് കിടക്കുന്ന പായൽച്ചണ്ടികൾ കുറച്ച് നീക്കണം. പിന്നെ വയൽച്ചീരയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അതിൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ജോലികൾ ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷണം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഇന്നത്തെ തോരനുള്ള കുറച്ച് വയൽച്ചീരകൾ ലഭിച്ചു. ഇത് അനേകം വിത്തുകളായിട്ടുണ്ട്. അപ്പോൾ വിത്തുകൾ കുറേയൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള വിത്തുകളൊക്കെ മൂക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇതിപ്പോൾ ചെയ്യുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നല്ലൊരു വൈറ്റമിനാണ് ഈ വയൽച്ചീര. നമ്മളെ വയലിലുള്ള പോലുള്ളതല്ല, നമ്മൾ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. കാണാൻ ഭംഗിയുള്ള നല്ല വൈറ്റ് പൂക്കളോട് കൂടിയിട്ടുള്ള വയൽച്ചീരയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളൊരു തെർമോക്കോളിൻ്റെ ഇതേപോലുള്ളൊരു പെട്ടി പോലുള്ളൊരു പീസാണ്. ഇതിലൊതുങ്ങുന്ന കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. 2 പച്ചമുളക്, തക്കാളി എന്നുള്ള രീതിയിൽ. ഇതുപോലെ കരിയിലപ്പൊടിയും ചാണകപ്പൊടിയും കൂടി അടങ്ങിയിട്ടുള്ളൊരു മിശ്രിതം, തികച്ചും മണ്ണൊന്നുമില്ലാത്ത ഒരു വേര് പിടിക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കയറുകൾ നമ്മൾ ഈ ആണിയിൽ വെച്ച് കുരുക്കാനുള്ളതാണ്. വെള്ളം താവുമ്പോഴും പൊന്തുമ്പോഴൊക്കെ അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നീങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇത് വളർന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്ക് കാണാൻ കഴിയും. ഇതിലിപ്പോൾ 3 മുളകും തൈയൊക്കെ വെച്ചിട്ടുള്ളത്. മുളകും തൈയിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, ഏതാണ് നല്ല രീതിയിൽ വളരുക എന്നുള്ളത്. അപ്പോൾ വെച്ച് നോക്കിയതാണ്.